ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എപ്പിടി സാറാണ്. സാർ എന്ന് വന്നിട്ടുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് കൊണ്ടാണ് നമ്മുടെ ന്യൂ NCERT പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മക്കൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ന്യൂ NCERT ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്തില്ലടാ ഈ പറയുന്ന PYQs കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ മേ ബി മക്കൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം ഏത് ഏരിയാസാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഏരിയാസിലാണ് കൂടുതൽ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ മക്കൾക്ക് പഠിക്കാനുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് ആൻഡ് ദ ഇന്ത്യാസ് ഇലക്ടോറൽ സിസ്റ്റം എന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്ററിലെ 5 ക്വസ്റ്റ്യനുമായിട്ടാണ് സാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഡിലേ ആക്കുന്നില്ല. നമ്മൾ വിതിൻ 10 മിനിറ്റ്സ് നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രയാമ്പിൾ ഇൻ റിലേഷൻ ടു ഇലക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഈ പറയുന്ന പ്രയാമ്പിളിന്റെ സിഗ്നിഫിക്കൻസ് ഈ പറയുന്ന ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. The preamble declares that India is to be a sovereign, socialist, secular, democratic republic. Universal adult franchise ensures that every citizen has an equal right to vote, making democracy meaningful. അപ്പോൾ നമ്മൾ ഇലക്ഷനുമായിട്ട് എങ്ങനെയാണ് ഇതിന് റിലേഷൻ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പറയുന്നത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആണ് എന്ന് കൃത്യമായിട്ട് നമ്മുടെ പ്രയാമ്പിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പ്രകാരം എല്ലാ ആളുകൾക്കും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പ്രകാരം ഈക്വൽ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്തിൽ കിട്ടുന്നത്, ഈ പറയുന്ന ഡെമോക്രസി ബിൽഡ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ അത് ഇലക്ഷൻ ത്രൂ ആണ് ഈ പറയുന്ന വോട്ടിംഗ് റൈറ്റ് പോസിബിൾ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹു ക്യാൻ വോട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുക? യെസ്, നമുക്ക് നോക്കാം. Every Indian citizen aged 18 years or above, irrespective of caste, religion, gender, or economic status, has a right to vote if their name is in the voters list. ഇന്ത്യയിലെ ഏതൊരു പേഴ്സണും 18 ഇയേഴ്സ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതൊരു പേഴ്സണും ഇറസ്പെക്റ്റീവ് ഓഫ് ദർ കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ, ക്ലാസ്, എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ റൈറ്റ് വോട്ട് ഉണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസൺസിനും റൈറ്റ്സ് വോട്ട് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ചില സെർട്ടൈൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അൺസൗണ്ട് ആയിട്ടുള്ള മൈൻഡ്സ് ഉള്ള പേഴ്സൺസും ദെൻ ചില കേസസിന് മാത്രം ഈ പറയുന്ന അത്രയും എക്സ്ട്രീം ലെവൽ ഓഫ് കേസസിന് മാത്രമാണ് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വയലേറ്റ് ചെയ്യപ്പെടുക. അല്ലാതെ ഏതൊരു ഇന്ത്യൻ സിറ്റിസൺസിനും എന്തുണ്ട്, റൈറ്റ് വോട്ടിൻ്റെ 18 ഇയേഴ്സ് ആയാൽ മതി. അപ്പോൾ സാറേ ഞങ്ങൾക്കൊന്നും റൈറ്റ് വോട്ടില്ലല്ലോ. അപ്പോൾ സാറ് അതാ പറയുന്നത് 18 ഇയേഴ്സ് ആവണം. 18 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എന്ത് കിട്ടും, റൈറ്റ് വോട്ട് കിട്ടും. നിങ്ങൾക്കും പൊളിറ്റിക്കൽ റൈറ്റ് കിട്ടും. ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ നിങ്ങൾക്കും വലിയൊരു വോയിസ് ഉണ്ടാവും, നിങ്ങൾക്കും വലിയൊരു റോൾ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാം, വാട്ട് ഈസ് സീക്രട്ട് ബാലറ്റ് ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്താണ് സീക്രട്ട് ബാലറ്റ്, എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യം അർഹിക്കുന്നത്? സീക്രട്ട് ബാലറ്റ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മക്കൾക്ക് അറിയാം അല്ലേ? യെസ്, ഇപ്പോൾ നമ്മൾ പറയുന്നത് വോട്ടേഴ്സ് കാസ്റ്റ് ദെയർ വോട്ട് പ്രൈവറ്റ്ലി വിതൗട്ട് റിവീലിംഗ് ഇറ്റ് ടു എനി വൺ എന്നതാണ് സീക്രട്ട് ബാലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ പീപ്പിൾസ് ചോയ്സ് ആൻഡ് എൻഷുവേഴ്സ് ആൻഡ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്? അപ്പോൾ സീക്രട്ട് ബാലറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പീപ്പിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, സീക്രട്ട് ആയിട്ട് തന്നെ അവരുടെ വോട്ട് ആ വോട്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കാസ്റ്റ് ചെയ്യാൻ പറ്റും. അത് പറയുന്ന പോലെ തന്നെ എല്ലാ ആളുകളും ഞാൻ ഈ ആൾക്കാണ് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അറിയിക്കാതെ തന്നെ വോട്ട് ചെയ്യാൻ പറ്റും. അതിനപ്പുറം ഒരാളെയും ഫോഴ്സ്ഫുള്ളി ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ മറ്റേ ആൾക്കല്ലേ വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ ഭീഷണിപ്പെടുത്തുന്നു, ആ ഒരു കാര്യം പോസിബിൾ അല്ല. അപ്പോൾ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ അതിലൂടെ നടക്കും. അതായത് ഇപ്പോൾ ഞാൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം, ഇന്നയാൾക്ക് വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോവുകയും എനിക്ക് തോന്നുന്ന ആൾക്ക് വോട്ട് ചെയ്യാം. അത് ആർക്കാണ് ചെയ്തത് മറ്റുള്ളവരോട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സീക്രട്ട് ബാലറ്റിലൂടെ ഈ പറയുന്ന ഫ്രീ ആൻഡ് ഫെയർനെസ് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് എ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്? നമുക്കറിയാൻ പറ്റും ഇലക്ഷൻ ടൈമിൽ അല്ലേ, ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും കാൻഡിഡേറ്റ്സും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടും ആര് ഡിക്ലെയർ ചെയ്യും, ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഈ പറയുന്ന മോഡൽ ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? It is a set of rules issued by the Election Commission of India that political parties and candidates must follow during the election to ensure fairness and prevent misuse of power. Okay, power misuse ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനും ഫെയർനെസ് എൻഷുർ ചെയ്യാനും ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇത് ആര് ഫോളോ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഈച്ച് പൊളിറ്റിക്കൽ പാർട്ടീസും ഈച്ച് കാൻഡിഡേറ്റ്സും അത് ഫോളോ ചെയ്യണം. ഇഫ് ദേ വയലേറ്റ് ദ റൂൾസ് കോഡ് ഓഫ് കണ്ടക്ട്,
ദെൻ അവരുടെ മേ ബി അവരുടെ ആ ഒരു പൊസിഷൻ തന്നെ റിജക്ട് ചെയ്യപ്പെടാം, ഇലക്ഷൻ അവരുടെ നോമിനേഷൻ തന്നെ റിജക്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസിലും കാര്യങ്ങളൊക്കെ വരിക. Then the last question. Why is universal adult franchise considered as a revolutionary in India? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഒരു റവല്യൂഷണറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിയാൽ മതി. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ, ക്ലാസ്, ഓൾ ആർ ഈക്വൽ. എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്? റൈറ്റ് ടു വോട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ വോയിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് ഇന്ത്യ അഡോപ്റ്റഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഗിവിംഗ് ഈക്വൽ voting rights to all citizens regardless of literacy, wealth, caste, gender, unlike many countries that introduced it gradually. ഇന്ത്യയിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ക്വിക്കായിട്ട് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കും ഈ പറയുന്ന 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആയാൽ, അന്ന് ഏജിൽ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടായത്, പക്ഷേ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആയാൽ എല്ലാ ആളുകൾക്കും ഈക്വൽ റൈറ്റ് വോട്ട് എന്ന് നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്ന ഈ ഒരു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ക്വിക്കായിട്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്ത് ഡിക്ലെയർ ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പല നാഷൻസും ഇതിന് പല പല ക്രൈറ്റീരിയയിലും അല്ലെങ്കിൽ പല പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരാളുടെ വെൽത്തോ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസോ ഒരാളുടെ ജാതിയോ ഒരാളുടെ മതമോ ഒന്നും നോക്കിയിട്ടല്ല റൈറ്റ് ടു വോട്ട്. 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആണോ? യെസ്, യു ഹാവ് ദ റൈറ്റ് ടു വോട്ട്. നിങ്ങൾക്ക് എന്തുണ്ട്? യെസ്, വോട്ട് കാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പോൾ അത് വലിയൊരു റെവല്യൂഷണറി ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ എൻ്റെ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അത് ന്യൂ NCERT ആണെങ്കിലും ഓൾഡ് NCERT ആണെങ്കിലും ഒരുപോലെ തന്നെ നമ്മൾ എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിലെ ചാപ്റ്റേഴ്സ്, ഓൾഡ് NCERTയിലെ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ യോധ ബാച്ചിലേക്കുള്ള നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പെടുത്തുക. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി ക്ലാസ്സസ് കഴിയുമ്പോഴും സ്ലൈഡ്സും നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻസർ ഈ പറയുന്ന പോലെ തന്നെ എക്സാമിനേഷൻസ് ഉണ്ട്, ആൻസർ ഡിസ്കഷൻ, അങ്ങനെ ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചിലേക്ക് മക്കൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സസിലും അടുത്ത ക്ലാസ്സസിലേക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.